എല്ലാവർക്കും നമസ്കാരം. ഇലൈറ്റ് എക്സ്പെർട്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. എന്റെ പേര് ഐറിസ്. ഞാനൊരു കാപ്സ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആണ്. കറന്റ്ലി എലൈറ്റ് എക്സ്പെർട്സിൽ ഡെപ്യൂട്ടി അഡ്മിൻ മാനേജറായി വർക്ക് ചെയ്യുന്നു. ഇലൈറ്റ് എക്സ്പെർട്സ് ഒരു ഓൺലൈൻ ഫാർമസിസ്റ്റ് ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ്. ഒരു ഓവർസീസ് ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആകാനുള്ള നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അഥവാ കാപ്സ് എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടൺ എക്സാം, അതേപോലെ ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം എന്നീ 3 എക്സാമുകൾക്ക് ക്വാളിറ്റി ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എലൈറ്റ് എക്സ്പെർട്സ് ഈ വർഷം നവംബറിൽ നടന്ന കാപ്സ് എക്സാമിൽ 94% വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇന്ന് എന്റെ കൂടെയുള്ളത് ജെഫി ആണ്. ജെഫി നമ്മുടെ ഒരു സക്സസ്ഫുൾ കാപ്സ് കാൻഡിഡേറ്റ് ആണ്. വെൽക്കം ജെഫി. ഹായ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു, ഒരു സക്സസ് അറിഞ്ഞ ഒരു മൊമെന്റിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ സന്തോഷമായിരുന്നു. കാരണം ക്യാപ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാസ് ആകുക എന്ന് പറയുന്നത് എന്റെ ഒരു ടൈം വെച്ചിട്ട് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. ഒരു 3:30 ആ ടൈമിലാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. അതുവരെ ഉറങ്ങിയിട്ടില്ല ടെൻഷൻ കാരണം. പക്ഷെ ഭയങ്കര സന്തോഷമായി. ഒരു എന്താ, എനിക്കത് എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, എങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും. ഓക്കെ, ജെഫിയുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, ഞാൻ 2014 ബിഫാം 4 ഇയർ ബിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു 6 ഇയേഴ്സ് അബോ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരു 1 ഇയർ ആയിട്ട് ജോബ് ചെയ്യുന്നില്ല. കുഞ്ഞ് അത് പിന്നെ അതിന്റെ ഇതിലായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ക്യാപ്സിനെ കുറിച്ച് നേരത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സീരിയസ് ആയിട്ട് ക്യാപ്സിലോട്ട് വന്നത് ഈ ഒരു ടൈമിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ജോബിനോട്ട് ഞാൻ അങ്ങനെ പോയില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞി വാവേനെ വെച്ചിട്ടാണ് ജെഫി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തതല്ലേ? അതെ, അത് ഭയങ്കര അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് തന്നെ. കുഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വഴക്കൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ വെച്ചുകൊണ്ട് നമ്മള് പഠിച്ചത്. പ്രത്യേകിച്ച് ക്യാപ്സ് എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു എക്സാം. അത് പാസ് ആകുക എന്ന് പറയുന്നത് തന്നെ നോർമൽ ആയിട്ടുള്ളവർക്ക് ടഫാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞ് വെച്ചത് എങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ അതിന് എന്താ പറയാ, ഞാനിപ്പം അതിന് താങ്ക്സ് പറയേണ്ടത് കൂടുതലും എലൈറ്റിനോടാണ്. അതുകൊണ്ട് മാത്രമാണ്. കാരണം ഞാനൊരു എലൈറ്റിലെ ഈ നവംബർ ബാച്ചിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 33 ക്ലാസ്സസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഒരു 2 മാസം കംപ്ലീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ 2 മാസത്തിലാണ് എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അപ്പം അതിൽ മനസ്സിലാവും എന്തോരം അവരത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് തന്നെ. അതെ, ഈ എലൈറ്റിന്റെ ക്ലാസ്സസ്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അതേപോലെ നമ്മളിപ്പോ ഇവിടെ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ജെഫിനെ പോലെ ഒരു കുട്ടിയൊക്കെ ഒന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇപ്പോ കാപ്സ് എക്സാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കാം. അപ്പം ആരിഫ് സാറിന്റെയും ഹാരിക മാമിന്റെയും ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് അത് എത്രത്തോളം ജെഫിനെ ഹെൽപ്പ് ചെയ്തു എന്നൊന്ന് പറയാവോ? ഓക്കെ, ശരിക്കും ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു ക്യാപ്സിന്റെ പ്രിപ്പറേഷൻ എന്റെ സ്റ്റാർട്ടിങ്. അതിൽ ഞാൻ ഏകദേശം ഒരു 75% അവരുടെ സിലബസ് അനുസരിച്ച് പോർഷൻസ് ഞാൻ കവർ ചെയ്ത. പക്ഷെ നവംബറിലെ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും ഞാൻ റിവിഷൻ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല വെച്ചാൽ എന്താണ്, വീണ്ടും എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അങ്ങനെയാണ് എന്റെ ഫ്രണ്ടാണ് എനിക്ക് എലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ എലൈറ്റിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പം
അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ 33 ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പൊ ആ 33 ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്തെങ്കിലേ എനിക്ക് അതിനുശേഷം ആ ഒരു ഫ്ലോയിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1 വീക്കിന് എബോ 1 വീക്ക് അല്ല, അത് ഒരു 2 വീക്സ് എടുത്തു എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആ റെക്കോർഡഡ് വീഡിയോസ് ഒരു ദിവസം ഒരു 2-3 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബാക്കി ആ ഒരു നോർമൽ ഫ്ലോയിൽ എനിക്ക് എത്താൻ പറ്റിയത്. പക്ഷെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പഠിച്ചതും എലൈറ്റിന്റെ ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അതുപോലെ ക്ലിയർ ആയിട്ട് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ടൈംസ് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും തിരിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും എനിക്ക് ആ വീഡിയോ ഒന്ന് കണ്ടെങ്കിൽ അത്രയും എനിക്ക് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു ലിമിറ്റഡ് പീരിയഡിൽ ഒരു പ്രാവശ്യം എനിക്ക് ആ വീഡിയോ കാണാൻ പറ്റി. എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കണ്ട് ആ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു വീഡിയോസിൽ തന്നെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവുകയും കണ്ടന്റ് ബേസ് എന്ന് പറയുന്നത് ആ കണ്ടന്റ് എന്താന്നുള്ളത് നല്ലതായിട്ട് നമ്മൾ ശരിക്കും ബിഫാമിന് പഠിക്കുന്നതിന് കൂടുതൽ ഈ ക്ലാസ്സസിൽ നമുക്ക് എന്താന്നുള്ളത് ബിഫാം അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാപ്സിൽ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം പഠിക്കണം, ബിഫാം പഠിച്ച കാര്യങ്ങൾ കൂടുതലും നന്നായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം ആ വീഡിയോസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതുപോലാണ് മാം ആൻഡ് സാർ നല്ല രീതിയിൽ നമ്മളെ മാമിന്റെ ഇപ്പം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുപോലാണ് മാം ഓരോ കാര്യങ്ങളും ഈ ക്ലാസ് കഴിയുമ്പോഴും വീണ്ടും നമ്മൾ റിവിഷൻ എടുക്കുമ്പോഴോ വീണ്ടും ആ വീഡിയോ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ മാമിന്റെ ഓരോ സെന്റൻസും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ല രീതിയിലാണ് മാമിന്റെ പ്രസന്റേഷനും എല്ലാം. അതുകൊണ്ടാണ് അത് കൂടുതലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പാസ്സാകാൻ സാധിച്ചത്. 100% നല്ല രീതിയിൽ കോച്ച് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കോച്ചിങ് തരുന്നുണ്ട്. അവരുടെ ഫുൾ എഫോർട്ട് എടുത്ത് നല്ല രീതി നമ്മൾ എവിടെയൊക്കെ നമ്മൾ വീക്ക് ആവുന്നത് ആ വീക്ക് പോയിന്റ്സിൽ അവർ നല്ലതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഏത് രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് മെന്റലി ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എലൈറ്റിന്റെ അഡ്മിൻ ആ ഒരു നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പൊ എനിക്ക് എന്ത് ഡൗട്ട് വന്നെങ്കിലും ഞാൻ നേരെ ഐറിസിനെയാണ് കോണ്ടാക്ട് ചെയ്യാറുള്ളത്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ ഞാനത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അസസ്മെന്റ് ഉണ്ട്, ഓരോ ലെക്ചേഴ്സ് കഴിയുമ്പോൾ അസസ്മെന്റ് ഉണ്ട്, അതെങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഐറിസ് വഴിയാണ്. എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. അപ്പൊ എന്തായാലും ഇനി ക്യാപ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ജെഫിയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഓൾറെഡി എന്റെ 2 ഫ്രണ്ട്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചോദിച്ച 2 ഫ്രണ്ട്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞു എലൈറ്റി. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയാവുന്നവരോടെല്ലാം എന്നെ ക്യാപ്സിനെ പറ്റി ചോദിക്കുന്നവരാണെങ്കിലും അതല്ല ഇപ്പൊ ഏതെങ്കിലും കോച്ചിങ് ആണെങ്കിലും എനിക്ക് വേറെ ഒരു കോച്ചിങ്ങിലോട് ഞാൻ അവരെ പറഞ്ഞു വിടാറില്ല. ഇപ്പൊ അത് വെച്ച് 2 പേരിപ്പം എന്റെ ജൂനിയേഴ്സും പിന്നെ എന്റെ ഒരു കോവർക്കർ 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു സീനിയർ, അത് എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ പറഞ്ഞിട്ട് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പേര് ഇപ്പൊ എലൈറ്റില് ഞാൻ മുഖാന്തരം കയറിയിട്ടുണ്ട്. അത് തന്നെ അത് എനിക്ക് അത് അത്രയും ട്രസ്റ്റ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അവരെ അതില് ഇപ്പം ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്, ബിഫാമിന് നമ്മൾ എന്ത് പഠിച്ചോ അതിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നു തന്നെയാണ് എന്നോടും എന്റെ ഫ്രണ്ട് പറഞ്ഞത്. അതെ. ഓക്കെ ജെഫി, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനിയും വേഗം അവിടെ ഓസ്ട്രേലിയയിൽ എത്തി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അവിടെ നല്ലൊരു ഫാർമസിസ്റ്റ് കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്.